പവർ ടീമിനെതിരെ മത്സരിക്കുകയും പവർ റൂമിന്റെ അധികാരം തിരികെ പിടിക്കുകയും ചെയ്യുവാനുള്ള മത്സരം. ആ മത്സരത്തിൽ 3 ടീമുകൾ നെസ്റ്റ്, ടണൽ, ഡൺ ഈ 3 ടീമുകളും ഈക്വലായി വന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുമായിട്ട് മത്സരിക്കുവാൻ ആരെ തിരഞ്ഞെടുക്കണം എന്നുള്ളത് പവർ ടീം മെമ്പേഴ്സിന് തന്നെ തീരുമാനിക്കാം എന്ന ഒരഭിപ്രായത്തിലേക്കാണ് ബിഗ് ബോസ് എത്തിയത്. രാവിലെ ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് വന്നു. അതിനുശേഷം വിളിച്ച മീറ്റിംഗിൽ വെച്ച് സിബിൻ തെരഞ്ഞെടുത്തത് സായിയുടെ നെസ്റ്റ് ടീമിനെയാണ്. തുടർന്ന് മറ്റുള്ള 2 ടീമുകളെ എന്തുകൊണ്ട് തിരഞ്ഞെടുത്തില്ല എന്നുള്ളതിനെക്കുറിച്ചുള്ള അഭിപ്രായവും സിബിൻ തന്നെയാണ് പറഞ്ഞത്. ടീം ഡൺ വളരെ മനോഹരമായിട്ടാണ് മത്സരിച്ചത്. അത് ഗബ്രിയുടെയൊക്കെ ടീമാണ്. ഗബ്രി, അപ്സര, അർജുൻ, റസ്മിൻ അടങ്ങിയ ടീം. ആ ടീമിനെ എന്തുകൊണ്ടാണ് തിരഞ്ഞെടുക്കാതിരുന്നത്? നിങ്ങൾ വളരെ മനോഹരമായിട്ടാണ് മത്സരിച്ചത്, സൂപ്പർ പെർഫോമൻസ് ആയിരുന്നു. പക്ഷേ നിങ്ങളുടെ ടീമിലുള്ള ഒരു വ്യക്തി കഴിഞ്ഞ ചില ദിവസങ്ങളായിട്ട് വളരെ മോശമായിട്ട് ഈ വീട്ടിൽ ബിഹേവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഗെയിമിന്റെ ഭാഗമായിട്ട് ഈ വീടിന്റെ ഒരു മുറി പൂട്ടിയിട്ട സമയത്ത് അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ വളരെ മോശമായിട്ടുള്ളതായിരുന്നു. മോശമായ വാക്കുകൾ ഉച്ചരിച്ചു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ ഒരു പ്രാവശ്യം അദ്ദേഹത്തെ ഈ വീട്ടിൽ നിന്ന് തന്നെ പുറത്താക്കിയതാണ്. അങ്ങനെയുള്ള ഒരാൾ പവർ ടീമിൽ കയറി പറ്റിയാൽ അടുത്ത ആഴ്ച എവിക്ഷൻ ലിസ്റ്റിലേക്ക് വരുവാനുള്ള സാധ്യത കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ എവിക്ഷൻ ലിസ്റ്റിലേക്ക് ഉൾപ്പെടുത്തുകയും ജനവിധി എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ നീങ്ങുകയും ചെയ്യട്ടെ. ജനമെതിരാണെങ്കിൽ അദ്ദേഹം പുറത്തു പോകണം. ജനം അത് തെറ്റല്ല എന്ന് കണ്ടെത്തുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹം അകത്തേക്ക് വരട്ടെ. ഇതാണ് ഞങ്ങളുടെ അഭിപ്രായം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തോടുള്ള പ്രശ്നത്താൽ അദ്ദേഹം ഉൾപ്പെട്ടു നിൽക്കുന്ന ആ ടീമിനെ തന്നെ ഞങ്ങൾ ഒഴിവാക്കുകയാണ്. അതുമാത്രവുമല്ല, കോമ്പറ്റീഷൻ ഇവിടെ നടക്കുന്ന സമയത്ത് സായിയുടെ ടീമുമായിട്ട് അവസാനം നടന്ന കോമ്പറ്റീഷനിൽ സായിയും അഭിഷേകും കൂടി കലം തലയിലും കയ്യിലും വെച്ചുകൊണ്ട് ലാസ്റ്റ് ടൈം വരെ നിന്നു. അതായത് ആ ടീമിൽ 2 പേരുണ്ടായിരുന്നു. എന്നാൽ നിങ്ങളുടെ ടീമിൽ നിന്നും ഗബ്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതിന്റെ ഒരു അഡ്വാൻറ്റേജ് അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു ന്യായവും കൂടി സിബിൻ ഇവിടെ കണ്ടെത്തുകയാണ്. ഗബ്രി അതിനെക്കുറിച്ചുള്ള മറുന്യായം ഉന്നയിച്ചുകൊണ്ട് മുമ്പോട്ട് വരുന്നുണ്ട്. ഈ നോമിനേഷൻ പ്രക്രിയ എന്നൊക്കെ പറയുന്നത് ബിഗ് ബോസ് ഇടുന്ന ഓർഡറാണ്. ആ ബിഗ് ബോസ് ഇടുന്ന ഓർഡറിനനുസരിച്ച് ഓരോരുത്തരും ഓപ്പൺ നോമിനേഷനോ അല്ലെങ്കിൽ കൺഫെഷൻ റൂമിൽ പോയി നോമിനേറ്റ് ചെയ്യുകയോ ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങളല്ല അതിനെപ്പറ്റി തീരുമാനിക്കേണ്ടത് എന്നുള്ള രീതിയിൽ ഗബ്രി സംസാരിക്കുമ്പോൾ ശരണ്യയും പൂജയും ഒക്കെ കൂടി പറയുന്നുണ്ട്, അങ്ങനെ ഒരു തെറ്റ് ഞങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ബിഗ് ബോസ് ശിക്ഷിച്ചോട്ടെ എന്ന് പറയുന്നു. അവസാനം ഗബ്രിയും പൂജയും തമ്മിൽ സംസാരിക്കുമ്പോഴും ഗബ്രി ചോദിക്കുന്നുണ്ട്, ഓരോരോ കാര്യങ്ങൾക്കും നിങ്ങൾ എന്റെ മേക്കിട്ട് കയറാനുള്ള കാരണം നിങ്ങൾക്ക് എന്നെ പേടിയായതുകൊണ്ടല്ലേ? അപ്പോൾ പൂജ പറയുന്നു, അതെ, നിങ്ങളെ പേടിയായതുകൊണ്ട് തന്നെയാണ്. എല്ലാം കഴിഞ്ഞ് അവസാനം സായിയുമായിട്ട് സംസാരിക്കുമ്പോൾ സിബിൻ വീണ്ടും ആവർത്തിച്ചൊരു കാര്യമുണ്ട്. അവൻ ഒരിക്കലും പവർ ടീം കയറരുത്. നമ്മുടെ ടാർഗറ്റ് ഗബ്രിയും ജാസ്മിനും മാത്രമാണ്. ജാസ്മിനെയും ഗബ്രിയും ഒതുക്കുക. അവരൊരിക്കലും പവർ ടീമിൽ വരുവാൻ പാടില്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ തീരുമാനത്തിൽ മുമ്പോട്ട് പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത കാര്യം അതുപോലെ നടന്നിരിക്കുന്നു എന്ന രീതിയിൽ സിബിൻ സംസാരിക്കുകയാണ്. അടുത്ത ടീം ജാസ്മിൻ ഉൾപ്പെടുന്ന ടണൽ ടീമാണ്. ആ ടീമിനെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്കെതിരെ മത്സരിക്കാൻ തിരഞ്ഞെടുക്കാത്തത് എന്നുള്ളതിന്റെ കാരണം പറയുകയാണ്. നിങ്ങളിൽ 3 പേർ ഇപ്പോൾ തന്നെ നോമിനേഷനിലുള്ള ആൾക്കാരാണ്. നിങ്ങൾ പവർ ടീമിലേക്ക് കയറി പറ്റിയതിനു ശേഷം നിങ്ങൾ എവിക്റ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥാനത്തേക്ക് വീണ്ടും ഇവിടെ ഇലക്ഷൻ നടത്തേണ്ടതായിട്ടുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ കമ്പാരിറ്റീവ്ലി പെർഫോമൻസ് ബേസിലും പ്രശ്നങ്ങളൊന്നുമില്ലാതെയും മുൻപോട്ട് പോകുന്ന ഒരു ടീമായിട്ട് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് ടീം നെസ്റ്റ് ആണ്. സായി, നോറ, നന്ദന, അഭിഷേക്, ജയദീപ്. അതുമാത്രവുമല്ല, ആ ടീമിലുള്ള 2 ആൾക്കാർ നന്ദനയും അഭിഷേകും പെർഫോം ചെയ്യണമെന്ന് വളരെയധികം ആഗ്രഹിക്കുകയും കയറി വരണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ അവർക്കൊരവസരം കൊടുക്കുകയാണ്. സിബിൻ ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ ബിഗ് ബോസ് പവർ ടീമിനോട് മത്സരിക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ട ടീമിന് അഭിനന്ദനം അർപ്പിക്കുകയും തുടർന്നുള്ള ടാസ്കിനെ കുറിച്ച് പിന്നീട് പറയാമെന്ന് പറഞ്ഞ ആ മീറ്റിംഗ് പിരിച്ചുവിടുകയുമാണ് ഉണ്ടായത്. ഇപ്പം ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഒരു ചടങ്ങ് മാത്രമാണ്. കഴിഞ്ഞ ദിവസങ്ങളായി ഇതെല്ലാം പ്ലാൻ ചെയ്തിരുന്നതാണ്. ഒരു കാരണവശാലും ഇവർ വരാൻ പാടില്ല. ഫിസിക്കൽ ടാസ്ക് വല്ലതും വന്നിട്ട് അവർ നമ്മളെ കീഴ്പ്പെടുത്തിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിനപ്പുറമായിട്ട് എന്തെങ്കിലും നടക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരിക്കലും ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ടീം ഇതിനകത്തേക്ക് വരാതിരിക്കത്തക്കവണ്ണം നമ്മൾ കളിക്കും. അത് സായിയോട് തന്നെയാണ് ചർച്ചകളെല്ലാം ഇവർ നടത്തിയിട്ടുള്ളതും. സായിയുടെ ടീമിനെ ഏകദേശം അതിനകത്ത് കയറ്റണം എന്നുള്ള തീരുമാനമുണ്ടാവുകയും സായിയുമായിട്ടൊക്കെ അതിനെപ്പറ്റി ഒരു ധാരണ ഉണ്ടാക്കി വെക്കുകയും ഒക്കെ ചെയ്തു. എന്തായാലും ബിഗ് ബോസും അതിന് കൂട്ടുനിന്നു കൊടുത്തു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ മത്സരങ്ങളൊന്നുമില്ലാതെ പവർ ടീമിന് അവരുമായിട്ട് മത്സരിക്കുവാൻ താല്പര്യമുള്ളവരെ തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നിരിക്കുന്നു. വളരെ നല്ലൊരു നാടകമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനെയൊന്നും ഒരു ഫെയർ ഗെയിം എന്ന രീതിയിൽ കാണാൻ ഒരു കാരണവശാലും പറ്റില്ല. മത്സരമാണെന്നുണ്ടെങ്കിൽ മത്സരം തന്നെ നടക്കണം. നിലവിലുള്ള പവർ ടീമുമായിട്ട് മത്സരിക്കുവാൻ ആരെയാണ് കൊള്ളാവുന്നത് അത് നിങ്ങൾ തന്നെ തിരഞ്ഞെടുത്തുകൊള്ളുക എന്നൊക്കെ പറയുമ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ അവരവിടെ പ്ലാൻ ചെയ്യുന്നത് എല്ലാം കേട്ടതിന് ശേഷം ബിഗ് ബോസ് അതിനുള്ള അവസരം കൊടുത്തു എന്ന് പറയുമ്പോൾ ബിഗ് ബോസിനോട് സത്യം പറയാമല്ലോ പുച്ഛമാണ് തോന്നുന്നത്.
ഇത് പറയുമ്പോൾ ചിലർ ഓർക്കും ജാസ്മിനോടും ഗബ്രിയോടുമുള്ള സപ്പോർട്ട് വെച്ചുകൊണ്ടായിരിക്കും നമ്മളിത് പറയുന്നത്. എനിക്ക് വ്യക്തിപരമായിട്ട് അങ്ങനെ ആരോടും പ്രത്യേകിച്ച് സപ്പോർട്ടൊന്നുമില്ല. നമ്മൾക്ക് അങ്ങനെ സപ്പോർട്ട് ചെയ്യുവാൻ തോന്നുന്ന സമയത്ത് സപ്പോർട്ട് വരും. കാരണം ഇതുവരെയും അത്തരത്തിൽ സപ്പോർട്ട് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയ ഒരു കണ്ടസ്റ്റന്റ് അവിടെ ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ തെറ്റ് കാണിച്ചാൽ തെറ്റെന്നും പറയും, ശരി കാണിച്ചാൽ ശരിയെന്നും പറയും. ജിൻഡോ ചെയ്ത ശരികൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജിൻഡോയുടെ തെറ്റും പറഞ്ഞിട്ടുണ്ട്. സിബിൻ കാട്ടിക്കൂട്ടുന്ന ശരികളും തെറ്റുകളും ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ആര് ചെയ്താലും അതൊക്കെ നമ്മൾ അതിനെ ആ രീതിയിൽ കണ്ടുകൊണ്ട് പ്രതികരിക്കുക എന്നുള്ളത് മാത്രമാണ്. പിന്നെ ബിഗ് ബോസിന്റെ ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആയിട്ട് ഇതുവരെയും അതിനകത്ത് ഉയർത്തി കാണിക്കുവാൻ തക്കവണ്ണം ഒരാൾ വന്നിട്ടില്ല. അങ്ങനെ ഒരാൾ വരുന്ന സമയത്ത് ഞാനും ചിലപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ സപ്പോർട്ട് ചെയ്യും. കാരണം നമുക്കും ചില ഫേവറേറ്റ് കണ്ടസ്റ്റൻസ് ഒക്കെ ഉണ്ട്. എല്ലാ സീസണുകളിലും നമ്മൾ അങ്ങനെ ചില ആൾക്കാരെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് അന്ധമായ ഒരു ആരാധന വെച്ചു പുലർത്തിയിട്ടല്ല, പകരം അവരുടെ പെർഫോമൻസ് ബേസിൽ മാത്രമായിരുന്നു അത്. ഇവിടെ ബിഗ് ബോസ് സിബിന്റെ തീരുമാനത്തിനൊപ്പം നിന്നു, അത് അൺഫെയർ ആണ് എന്ന് പറയുവാനുള്ള പ്രധാനപ്പെട്ട കാരണം 2 ടീം അംഗങ്ങളിലും പവർ ടീമിൽ കയറുവാൻ യോഗ്യതയുള്ളവരുണ്ട്. ജാസ്മിൻ കാരണം ആ ടീം അംഗങ്ങൾക്ക് അതിനുള്ള അവസരം നിഷേധിക്കപ്പെടുന്നു എന്നുള്ളത് അനീതിയാണ്. ഗബ്രി കാരണം അർജുന്റെയും റോസ്മിന്റെയും അപ്സരയുടെയും യോഗ്യത റദ്ദ് ചെയ്യപ്പെടുന്നു എന്നുള്ളത് അനീതി തന്നെയാണ്. ഇത് കേൾക്കുന്ന നിങ്ങൾക്ക് ഒരുപക്ഷെ വിയോജിപ്പുണ്ടാകാം. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥി ഇത്തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അവരെ സപ്പോർട്ട് ചെയ്യാതിരിക്കുവാൻ കഴിയില്ല. പക്ഷേ നമ്മൾ നിഷ്പക്ഷമായിട്ടാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണുകയും വിലയിരുത്തുകയും ചെയ്യുന്നത്. ഇവിടെ ശ്രദ്ധിക്കേണ്ടതായ മറ്റൊരു കാര്യം കൂടി ഉണ്ടായിരുന്നു. മീറ്റിംഗ് പിരിച്ചുവിട്ട ഉടൻ തന്നെ ജാൻമണി പ്രതിഷേധവുമായി സിബിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. ജാൻമണിയുടെ പ്രതിഷേധം ഇതാണ്: സായിയുടെ ടീമിലാണ് നോറയുള്ളത്. ജാൻമണിയും നോറയും തമ്മിൽ ബദ്ധ ശത്രുക്കളാണ്. അതുകൊണ്ട് തന്നെ നോറ പവർ ടീമിലേക്ക് വന്നാൽ അത് ജാൻമണിക്ക് പണിയാകും എന്നുള്ള ഭയം ജാൻമണിയുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതുകൊണ്ട് സിബിനുമായിട്ട് കട്ട ഉടക്കിലേക്ക് വരികയാണ്. ഒരിക്കലും അവളെ കയറ്റാൻ പാടില്ലായിരുന്നു. ഇത് അൺഫെയർ ആണ്, എനിക്കിതിനെ ഒരു തരത്തിലും ന്യായീകരിക്കാൻ കഴിയില്ല എന്ന് പറയുമ്പോൾ പെട്ടെന്ന് സിബിൻ അവിടെ പറയുകയാണ്, ജാൻമണി കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ സംസാരിച്ച് തീരുമാനമാക്കിയ ഒരു കാര്യമാണ്, ജാസ്മിനും ഗബ്രിയുമുള്ള ടീം ഒരിക്കലും പവർ ടീമിലേക്ക് വരുവാൻ പാടില്ല. അവർ വന്നാൽ അത് നമുക്ക് പണിയാകും എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസങ്ങളെ നമ്മൾ പ്ലാൻ ചെയ്ത് തീരുമാനിച്ചു വെച്ച കാര്യമാണ്. അതാണ് നമ്മളിപ്പോൾ നടപ്പാക്കിയത്. ദൈവത്തെ ഓർത്ത് ദയവ് ചെയ്ത് നിങ്ങൾ ഇതിനെതിരെ പ്രശ്നമുണ്ടാക്കരുത്. നമ്മൾ എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ടാണ് ചെയ്യുന്നത്. അതിനിടയ്ക്ക് ഒരു അപസ്വരവുമായിട്ട് ജാൻമണി വരരുത്, വിഷയമുണ്ടാക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ജാൻമണിയെ ഒതുക്കുന്നത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ടായിരുന്നു. എന്തായാലും ഒറ്റയ്ക്ക് ജാൻമണിക്ക് എതിർത്ത് നിന്നുകൊണ്ട് സിബിനയോട് മല്ലിടുവാൻ കഴിയില്ല. കാരണം ബാക്കിയുള്ള പവർ ടീം മെമ്പേഴ്സ്, മുടിയൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ സിബിന്റെ പോക്കറ്റിലാണ്. സിബിൻ പറയുന്നതാണ് അവസാന വാക്ക്, സിബിനാണ് തീരുമാനമെടുക്കുന്നത്, ബാക്കിയുള്ളവരെല്ലാം വാലായിട്ട് നടക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഗബ്രി കൂടെ പവർ ടീം മെമ്പേഴ്സിനെ പരിഹസിക്കുകയും കളിയാക്കി വിടുകയും ഒക്കെ ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം വിളിച്ചു പറഞ്ഞു 12 ആൾക്കാരുടെ രാജാവാണ് സിബിൻ എന്നൊക്കെയുള്ളത്. ശരിക്കും സിബിന് അത് കേട്ടപ്പോൾ തന്നെ ഹാലിളകി നിൽക്കുകയാണ്. എന്തായാലും സിബിന്റെ ഉള്ളിലും ഭയമുണ്ട്. കാരണം ഇതൊക്കെ പുറം ലോകത്ത് ഏത് രീതിയിലാണ് പ്രേക്ഷകരെ സ്വാധീനിക്കുവാൻ സാധ്യതയുള്ളത്. ഈ തീരുമാനങ്ങൾ അൺഫെയർ ആണ്, എന്നാൽ പുറത്ത് ഇത് മറ്റുള്ള ആൾക്കാർ സിബിന് വിരോധമായിട്ട് ഒരു പ്രശ്നമാക്കിയെടുക്കുമോ, സിബിനെ തരം താഴ്ത്തുമോ, സിബിന്റെ ഫാൻ ബേസ് നഷ്ടപ്പെട്ടു പോകുമോ, ശത്രുത സിബിനോടുണ്ടാകുമോ എന്നൊക്കെയുള്ള ഭയം സിബിന്റെ മനസ്സിൽ കാര്യമായിട്ടുണ്ട്. അതുകൊണ്ട് ഈ ചെകുത്താന്റെയും കടലിന്റെയും നടുവിൽ പെട്ടു എന്ന് പറയുന്നത് പോലെ അവസ്ഥയിലേക്ക് സിബിനും എത്തിപ്പെട്ടിരിക്കുകയാണ്. എന്തായാലും പവർ ടീമിനകത്ത് വരുന്ന എല്ലാ ആൾക്കാർക്കും പവർ ടീം ഒരു ഭാരമാണ്, ബാധ്യതയാണ്. ഒരു ടീമിന് പോലും ഇത് വിജയപ്രദമായ രീതിയിൽ മുൻപോട്ട് കൊണ്ടുപോകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. വീഡിയോ അവസാനിപ്പിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.